ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കരുതെന്ന്. ഈ കോലത്തെ തമ്പുരാക്കന്മാരെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം? ഇനി പറയൂ, എന്ത് കിട്ടി? അടി കിട്ടി. സെപ്റ്റംബർ 20 ഐഫോൺ 16 Pro Max ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എടുക്കാനായി ഞാൻ എറണാകുളത്തേക്ക് പോവാണ്. ഐഫോൺ 4 പറഞ്ഞ് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു, എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കോളാ. പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഉള്ള കാർത്തിക് സൂര്യ ഇപ്പോഴത്തെ എന്നെ കാണുകയാണെങ്കിൽ ഭയങ്കര പ്രൗഡായിരിക്കും ഗൈസ്. കാരണം ഇങ്ങനെ ഫോൺ ഇറങ്ങുന്ന ദിവസമൊക്കെ അത് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡ്രീമാണ് ഗൈസ്. All the dreams like twinkle stars. ഓണകവാലിന്റെ അറ്റത്തെത്തി ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? കളിക്കോറല്ല, സത്യമായിട്ടാണ്. ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? മുഴുമിച്ചില്ല എന്നാ മുഴുവിക്ക്. എനിക്ക് വേറെ ഒരു ടെക് ബ്രാൻഡിനോടും ഇത്രക്ക് ഒരു 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 അതെന്താണെന്ന് അറിയില്ല. ഐ ലവ് ആപ്പിൾ. ലവ് യു ആപ്പിൾ. അണ്ണന്റെ 16 Pro. ഇത് നമ്മുടെ 16 Pro Max. സുഹൃത്തുക്കളെ, അച്ഛാ അമ്മ ട്രാക്ടർ പുതിയ ഐഫോൺ 16 Pro Max ഞാൻ വാങ്ങി അമ്മ. ഇനി അച്ഛാ ഇത് ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്ത് അണ്ടർ വാട്ടറിൽ കൊണ്ടുവച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വീണ്ടും വന്ന് എനിക്ക് നമ്മൾ നോൺ ഡിസ്ക്ലോഷർ എഴുതി കൊടുത്ത് കേസ് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് മൊത്തം എന്റെ തലയിലാണെന്നും. എന്റെ തലയിൽ തന്നെ ആവും, നിന്റെ തലയിലൊന്നുമില്ലല്ലോ. ഓനെ ഇങ്ങനെ ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാവേ. ഐഫോണെ നീ ഇവിടെയാണ് മുങ്ങാൻ പോണത്, ഇതുവല്ല അറിയാനുണ്ടാ? നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. പൊങ്ങി വരാനുള്ള കിടതാപ്പോളെ എന്നെ മുക്കാനുള്ള കിടതാപ്പ് കെട്ടയാണ് കേസ്. ഒമ്മച്ചി ഇത് എത്ര കിലോ ഉണ്ടത്? 3 കിലോക്കൊക്കെ ഇത്രയും കിലോ ഉണ്ടോ? പിണങ്ങി നിക്കല്ലേ സഖാവേ, നമ്മുടെ അപൂർവ ശാസ്ത്രജ്ഞനായിട്ട് കാണാനാണ്. ഇതൊക്കെ ഒരു വികസനം സഖാവേ. ഞങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല, പക്ഷെ ഇത് ധരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. സഖാവ് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രത്യയശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ബൂർഷാ സങ്കല്പമാണ്. തൊഴിലാളികൾ അധ്വാനിക്കണം, വിയർക്കണം. ആ വിയർപ്പിൻ തുള്ളികൾ സ്വർണ്ണ മണികളായി വിളയിക്കണം. റഷ്യയും ചൈനയും കെട്ടിപ്പടുത്തത് ആ വിയർപ്പിൻ തുള്ളികളിലാണ്. കുത്താകുത്തിയാണല്ലോ വേർപ്പുള്ളിക്ക് വരെ ചോരത്തുള്ളി പുറത്താണ് കാണടാ. ഓക്കെ ഗൈസ്, സമയം ഇങ്ങെത്തിയിരിക്കുന്നു. ഇവരുടെ കൂടെ ഞാൻ ഇനി അങ്ങോട്ട് പോവാണ്. എന്റെ ഈ വ്ളോഗിംഗ് ക്യാമറ ഇവിടെ കൊടുത്തിട്ട് പോവാം. എന്നിട്ട് ബാക്കി ഇനി അവരുടെ ഗോപ്രോയിലായിരിക്കും സെറ്റ് ആക്കണത്. അണ്ടർ വാട്ടർ പോയിട്ട് വരട്ടെ. ഓക്കെ, മീറ്റർ ആയപ്പോഴത്തേക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഐഫോൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായി. എനിക്ക് ഓണാവും. യെസ്, സന്തോഷായി, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇനി ടാറ്റ കൊടുത്തു, ഉമ്മ കൊടുത്തു. അടുത്തതായിട്ട് ഹലോ ഹലോ. ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുമോ?